ഷൈത്താൻ വലിയ വലിയ ഹറാമുകൾ അതിലേക്കുള്ള വഴി തുറന്നത് ഒരു ഖത്തറ കൊണ്ടാണ്. ഹൃദയത്തിൽ ഒരു ചെറിയ തോന്നലുണ്ടാക്കി കളഞ്ഞു. ഇബ്നുൽ ഖയ്യിം പറയുന്നത് ആ സമയത്ത് അത് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവനതൊരു പ്രയാസമേ ആവില്ലായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ തോന്നലിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. പിന്നെ തോന്നൽ ആഗ്രഹമായി, ആഗ്രഹം പിന്നെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായി, പരിശ്രമങ്ങൾ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള തീരുമാനങ്ങളായി, ഇങ്ങനെ പിന്നെ അവസാനം ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ശീലമായി മാറും. എല്ലാ തിന്മയും തുടങ്ങിയത് ഒരു ഖത്തറയിൽ നിന്നാണ്, ഒരു ചെറിയ മനസ്സിലെ ഒരു തോന്നലിൽ നിന്നാണ്. ആ തോന്നൽ ആ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കിയാൽ അൽഹംദുലില്ലാഹ് ഖലാസ് കഴിഞ്ഞു. ഇതേപോലെയാണ് വസ്വാസിന്റെ കാര്യം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തുടക്കത്തിൽ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാം. ഹറാം ഉപേക്ഷിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വാജിബ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ പല ആൾക്കാരും ഇത് കേട്ടാൽ പറയാം അത് പറഞ്ഞു നിങ്ങൾക്ക് ശരിയല്ല, ഹറാം ഉപേക്ഷിക്കൽ പ്രയാസം. പണ്ഡിതന്മാർ പറഞ്ഞു വാജിബാണ് ഹറാമിനേക്കാൾ പ്രയാസം, അതുകൊണ്ട് വാജിബിനാണ് പ്രതിഫലം. കാരണം വാജിബായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പല പ്രവർത്തനങ്ങളും ഒരാൾ സ്വയം ഉദ്ദേശിച്ച് തുടങ്ങി വെക്കേണ്ടതുണ്ട്. നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എണീക്കണം, ഒതെടുക്കണം. ചൂടുണ്ടെങ്കിൽ ചൂടുകാലത്താണ് ഒതെടുക്കുന്നതെങ്കിൽ ആ ചൂട് സഹിക്കണം. തണുപ്പ് കാലത്താണെങ്കിൽ തണുപ്പുള്ള വെള്ളമാണ്, തണുപ്പ് സഹിക്കണം. എന്നിട്ട് പള്ളിയിലേക്ക് നടക്കണം, ഡ്രസ്സ് ശരിയാക്കണം, നജസിലേക്ക് വൃത്തിയാക്കണം, നിസ്കരിക്കാൻ പോലും എത്ര അമലുണ്ട്, കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഹറാം ഉപേക്ഷിക്കണമെങ്കിലോ ഹറാം ഉപേക്ഷിച്ച് ഒന്നും ചെയ്യണം, ചെയ്യാതിരുന്നാൽ മതി. വ്യഭിചരിക്കാതിരിക്കണം, നീ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ട് വാജിബിനേക്കാൾ എളുപ്പമാണ് ഹറാം ഉപേക്ഷിക്കൽ. ചില പറഞ്ഞേക്കാം അല്ല അങ്ങനെയല്ല, ഒരു സിഗരറ്റ് ഉപേക്ഷിക്കാൻ ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്കറിയുള്ളൂ. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, ഹറാം ഒരുത്തൻ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് അവൻ്റെ ശീലമായി മാറും. ശീലമായ ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നത് പ്രയാസമാണ്. ശീലമായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നത് പിന്നെ ഒരു പ്രവൃത്തിയാണ്, പ്രതികരിക്കലല്ല. കാരണം അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഹറാമുകളെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അടുത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ എത്തി നോക്കുമ്പോൾ വിചാരിക്കുക എന്താണ്, ഞാനൊന്ന് എത്തി നോക്കിയിട്ട് നിർത്തിക്കൊള്ളാനാണ്. എത്തി നോക്കുന്നതിന് ശേഷം പിന്നെ ഒരിക്കൽ കൂടി നോക്കാതിരിക്കാൻ പ്രയാസമാണ്. അതുവരെ അറിയാത്ത ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയൽ ബുദ്ധിമുട്ടാണ്. ഹറാമിലേക്ക് ഒരു കാൽ അങ്ങ് വെച്ചാൽ പിന്നെ ആ കാല് പിറകോട്ടെടുക്കുന്ന നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല. ഇവിടെയുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും, ഇതുവരെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്തൊരുത്തിന് സിഗരറ്റ് ഉണ്ടാകുന്ന പ്രശ്നമുണ്ടോ? ഇല്ല, അൽഹംദുലില്ലാഹ് എത്ര സലാമത്തിലാണ് ജീവിക്കുന്നത്. സിഗരറ്റ് വലിച്ചു കുടുങ്ങിയവനോ അവൻ തുടങ്ങിയത് എൻ്റെ കൂട്ടുകാരെ പറയുന്നത് ഒന്ന് വലിച്ചോക്കടാ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കും. അവൻ വലിക്കുമ്പോൾ വിചാരിച്ചാൽ എന്താ, ഒരു തവണ വലിച്ച് ഞാൻ വലിക്കില്ല എന്നാണ്. പക്ഷേ പിന്നെ അത് അവൻ്റെ ജീവിതം മുഴുവൻ എടുത്തു കളഞ്ഞു. സമ്പത്ത് നഷ്ടമായി, ആരോഗ്യം പ്രശ്നത്തിലായി, അവന് പല ബുദ്ധിമുട്ടുകളുണ്ടായി. ഇതേപോലെ മദ്യം, ഏത് ഹറാമുള്ള വിചാരം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും ഒരു കാര്യം വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുക്കാൻ, പക്ഷെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെ, പ്രിയപ്പെട്ട ചെറിയ മക്കൾ, അനിയന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ഹിദായത്ത് നൽകിയാൽ ഹറാമിൻ്റെ വടികൾ കണ്ട് എത്തി നോക്കരുത്.